തിരുവനന്തപുരം പള്ളിക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10-ലധികം പേർക്ക് പരിക്കുണ്ട്. അപകടത്തിന് CCTV ദൃശ്യം 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അത് സൈഡ് കയറി വന്ന വാഹനങ്ങളുടെ അമിതവേഗത അടക്കം ഉണ്ട് അപകടത്തിന് കാരണം എന്നുവേണം മനസ്സിലാക്കാൻ. അതൊരു വളവാണ് എന്നും തോന്നുന്നു. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, അതൊരു ചെറിയ വളവാണെന്ന് തോന്നുന്നു അല്ലേ? വലിയ ലോറി ആ വളവിൽ വെച്ച് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അപ്പുറത്തെ വശത്തെ വാഹനം ഈ ലോറിക്ക് ഇപ്പുറത്ത് നിന്ന് എതിർ ദിശയിൽ വരുന്ന വാഹനം കയറി മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ഈ ഡ്രൈവർ ശ്രദ്ധിക്കുന്നുമില്ല. ഈ അപകടം ഉണ്ടാക്കിയ അതേ ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 19 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. നിലവിൽ അതിൽ 15 വിദ്യാർത്ഥികളാണ് ഉള്ളത്. ഒരേ ഉടമയുടെ പേരിലുള്ള 2 ബസ്സുകൾ തമ്മിലാണ് അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് കേസോ മറ്റോ ആവുമെന്ന് കരുതുന്നുമില്ല. ഏതായാലും ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ള ഒരേ ഉടമയുടെ വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഈ 2 വാഹനങ്ങളിലുമുള്ളതായിട്ടുള്ള 19 പേരെയും നിലവിൽ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി, CCTV ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. അതൊരു വളവാണ്. ആ വളവിന് സൈഡ് കൊടുക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ബസ് ഇടിച്ചത്. 10-ലധികം വിദ്യാർത്ഥികൾക്ക് അടക്കം ഈ അപകടത്തിൽ പരിക്കുണ്ട്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാൻ തോന്നുന്നു. ലോറിയെ മറികടക്കുന്നതിനിടയിലാണ് ആ അപകടമുണ്ടായത്. പരിക്ക് സാരമായ പരിക്കുകളല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യാം.